So good morning students. So today is the day 9 of your basic course and hope you are doing it very well. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഒരു സാധനത്തിനെ കണ്ടാൽ അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് വി ആർ ഗോയിങ് ടു ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. സോ നിങ്ങൾക്ക് മറ്റേ കഥ അറിയില്ലേ? ഏത് കഥ? നമ്മളെ കാക്കയും കല്ലും, ദ തേഴ്സ്റ്റി ക്രൂ ആൻഡ് ദ സ്റ്റോൺ ആൻഡ് ദ തേഴ്സ്റ്റി ക്രൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇല്ലേ? എന്താണെന്ന് വെച്ചെങ്കിൽ മറ്റേ ഈ ക്രൂ ഭയങ്കര വിശന്നിട്ടാണ് ഉള്ളത്, ദാഹിച്ചിട്ടാണുള്ളത്. അങ്ങനെ കുറേ കല്ലൊക്കെ പറക്കിയിട്ട് ആ ജാറിലോട്ട് ഇടുന്നുണ്ട്. അവസാനം ആ ജാറിലോട്ട് ഇട്ട് ശേഷം എന്താണെന്നുണ്ട്, അവസാനം വെള്ളം കുടിച്ചിട്ട് പോകുന്നുണ്ട്. ഈ സ്റ്റോറി അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇതിൻ്റെ പിക്ചേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് ഈ പിക്ചർ നോക്കിയിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാം, വിച്ച് ഇസ് അഗെയിൻ എ 5-minute ടാസ്ക് വിച്ച് യു ഹാവ് ടു ഡു ഇറ്റ് thoroughly. അപ്പോൾ ഈ കഥ ഓൾറെഡി കേട്ടതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ലൈക്ക് എന്താണ് ഈ കഥ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇപ്പം ആ കാക്ക കല്ല് എറിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ യു ഹാവ് ടു സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദ തേഴ്സ്റ്റി ക്രൂ, വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ ക്രൂ. ഒരു പണ്ടൊരു കാലത്ത് ഉണ്ടായിരുന്നു. സോ വാട്ട് ഹീസ് ഡൂയിങ്, ഹീസ് ഫൈൻഡിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ബട്ട് ദർ വാസ് ഓൺലി ലിറ്റിൽ വാട്ടർ. സോ ഹീസ് അങ്ങനെ കുഞ്ഞു സെൻറ്റൻസ് ആക്കിയിട്ട് ഫ്രെയിം ചെയ്തിട്ട് യു ഹാവ് ടു ഡു എ 5-minute സ്റ്റോറി ആൻഡ് യു ഹാവ് ടു ഗിവ് എ വോയിസ് നോട്ട് സെൻഡ് ചെയ്യേണ്ടതാണ്. ദിസ് ഇസ് ദ വൺ ടാസ്ക് ടുഡേ. ഇതൊന്ന് അയച്ചതിന് ശേഷം നമ്മുടെ ടീം ഇത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാമെന്ന് വെച്ചെങ്കിൽ വിച്ച് വിൽ ബി ഗിവൻ ദി നെക്സ്റ്റ് ടാസ്ക്. നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് അറിയില്ല. ഒരാൾക്ക് ഒരു പക്ഷി കിട്ടുന്നുണ്ട്. ആ പക്ഷി എന്താക്കുന്നുണ്ട്, ഇയാൾക്ക് കിട്ടിയ പാടെ തന്നെ ഇയാൾ കേജിലിടുന്നുണ്ട്. കേജിലിട്ടിട്ടായിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാ ഫെസിലിറ്റി അത് ഇത്. പക്ഷെ എന്നാലും ആ പക്ഷി ഹാപ്പി ആവാത്തപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പക്ഷീനെ വിട്ട് കളയുന്നുണ്ട്. അറ്റ് ദാറ്റ് ടൈം ദാറ്റ് ബേർഡ് ഇസ് ഹാപ്പി. ഇത് ഗോൾഡൻ കേജ് എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. ഈ കഥയെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി? ഒരാളെ പിടിച്ചു വെച്ച് ദാറ്റ് മീൻസ് ഇഫ് വി ആർ ഹോൾഡിങ് എ പേഴ്സൺ ആൻഡ് കീപ്പിംഗ് ഇറ്റ് വിത്ത് അസ് ദാറ്റ് ഡോണ്ട് മേക്ക് അസ് ഹാപ്പി. എവ്രി ഹ്യൂമൻ വാണ്ട് ഫ്രീഡം എന്നുള്ളതാണ് കുറച്ചൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഈ ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യു ക്യാൻ ഗൂഗിൾ ഇറ്റ്. ബട്ട് വൺസ് യു ഗൂഗിൾ ഇറ്റ് അവർ ടീം വിൽ നോട്ട് ബി കറക്റ്റിംഗ് ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. സിൻസിയറിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ടാസ്ക് ആഫ്റ്റർ ഫെയിലിയർ ആയിരിക്കും. കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. വി വിൽ ബി കറക്റ്റിംഗ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ പറയാൻ. സോ ദീസ് ആർ ദ 2 ടാസ്ക്. ഇത് ഇങ്ങനെ ചെയ്താലുള്ള ലാഭം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സീന് കാണുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ പ്രൊഫഷണൽ വേൾഡിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ബാക്കിലിരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ഹേ വാട്ട് ഹാപ്പൻ, എന്ത് പറ്റി എന്നുള്ളത് ഒരു പിക്ചർ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുള്ളത് നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാനും റീഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടാസ്ക്കാണ് ഇത്. സോ ഡു ഇറ്റ് സീരിയസ്ലി ആൻഡ് യാ, hope you do all the best. So bye for today. So this is the day 9 task.